ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അടുക്കള കയറിയാലോ. നല്ല ഈസി ആയിട്ട് ഒരു ഫിഷ് ഫ്രൈ നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ നോക്കാം. നല്ല മുഴുത്ത അയിലയായിട്ട് എടുത്തേക്കുന്നത്. നന്നായിട്ട് വെട്ടി കഴുകി നന്നായിട്ട് വരഞ്ഞെടുക്കണം. മസാലയൊക്കെ പിടിക്കണ്ടേ, രണ്ട് സൈഡ് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കിലോ മീനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചൊരു 2 സ്പൂൺ മുളക് പൊടി മതി. വേറൊരു മസാലയും വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും ചേർക്കാം കേട്ടോ. ചട്ടി ചൂടാകാൻ വെച്ചിട്ട് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനധികം എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ എണ്ണ മാക്സിമം കുറച്ച് ഉപയോഗിക്കുന്നതാണല്ലോ നമുക്ക് നല്ലത്. പിന്നെ എണ്ണയ്ക്കൊക്കെ എന്താ വില, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണല്ലോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ആ മീനങ്ങ് വെക്കുമ്പോൾ ഒരു സൗണ്ടുണ്ട്, പിന്നെ ഒരു 1 സൈഡൊക്കെ ഒന്ന് വെന്ത് വരുന്നറിയാൻ വേണ്ടി ഒരു കുറച്ച് ചെറിയ പൊട്ടലും ചിറ്റിലൊക്കെ കേൾക്കും കേട്ടോ. ഇതെൻ്റെ ഡയലോഗല്ല, നാട്ടിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ്. അങ്ങനെ സൂക്ഷിച്ച് ഓരോന്നായിട്ട് മറിച്ചിടുക. മറിച്ചിടുമ്പം മീൻ പൊടിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് കഴിയുമ്പം വെന്തെന്ന് നമുക്ക് ഓർക്കാകുമ്പോൾ എടുക്കുക. പിന്നെ മൊരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് അധികം മസാലയൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ നമ്മുടെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ആർഭാടമായിട്ടല്ലേ തോന്നുള്ളൂ. അങ്ങനെ മീൻ വറുത്ത കൂട്ടി ഒരു ഊണം കഴിക്കാം. ആ മൊരിഞ്ഞ അയിലയിൽ നിന്നൊരു പീസ് എടുത്ത് ചോറിനകത്തിട്ട് ഉരുട്ടിയാൻ കഴിക്കണം. പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടല്ലോ. ഊണിൻ്റെ കൂടെ ഒരു മീൻ വറുത്തത്, പിന്നെ മലയാളിക്ക് വേറെ എന്ത് വേണം? അതുപോലെ